എന്റെ സംശയം അതൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്ത് നടത്തുന്നവര് സ്വർണ്ണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ട് വഴി മലദ്വാരത്തിലും യൂണിയന്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ കുത്തി തിരികെ കൊണ്ടുവന്ന് കോടീശ്വരന്മാരാകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ച് കുറെ ആളുകൾക്ക് 10, 50,000, 20,000, 30,000 കൊടുത്തിട്ട് അത് കൊണ്ടുവരാൻ പറയുന്ന ആളുകളും ഉണ്ട്. ഏതോ ആവട്ടെ, ഇവരുമായിട്ട് എന്താണ് PV അൻവറിന് ബന്ധം? ഇവരുടെ ഒരു സ്വർണം പോയതിന് PV അൻവറിന്റെ അടുത്ത് പോയി പരാതി പറയാനുള്ള ഒരു കാരണം എന്താണ്? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ? അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ അൻവറിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അൻവർ പറയുന്നു, കസ്റ്റംസ് പരിശോധനയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ആളുകളെ പോലീസ് തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് അതിന്റെ പകുതി കണക്ക് ഗവൺമെന്റിന് കാണിച്ച് പകുതി മുക്കുന്നു എന്നുള്ള തരത്തിലാണ് PV അൻവർ പറയുന്നത്. ഇനി അങ്ങനെ മുക്കുന്നുണ്ടെങ്കിൽ തന്നെ PV അൻവർ എന്താണ് ഇതിൽ റോള്? ഈ സ്വർണ്ണക്കടത്തുകാർ പരാതി പറയാൻ നിലമ്പൂർ MLA യുടെ അടുത്തോട്ട് പോകേണ്ട കാര്യം എന്താണ്? സോ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും, ഈ കള്ളക്കടത്ത് കടത്തുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധം PV അൻവറിനുണ്ട്. അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ പാർട്ടിയുമായിട്ട് ഈ പറയുന്ന അൻവറിന് ചെറിയൊരു ബന്ധം വന്നു, അല്ലെങ്കിൽ ഇനി പോകാൻ പോകുന്നത് അതിലോട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നത്. വീണ്ടും പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലെ എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ മലദ്വാര ഗോൾഡ് വരുന്നത്. യോനിധാര ഗോൾഡും മലദ്വാര ഗോൾഡും രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടിനും ഞങ്ങളുടെ നാട്ടുകാർ സൂപ്പറാണ്. രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളാണ്. രാജ്യത്തിന്റെ സമ്പത്തിനെ വളരെ മോശമായ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കാൻ പാകത്തിന് പോകുന്നവരാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലത്തെ ആളുകൾ. അതായത് രാജ്യദ്രോഹികൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സമ്പത്ത് വ്യവസ്ഥ, ഇന്ത്യയുടെ ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഈ നാറികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചില നാറികളുമായിട്ട് PV അൻവറിന് എന്താണ് ബന്ധം? PV അൻവറിന്റെ അടുക്കളപ്പുറത്തോട്ട് ചെന്നിട്ട് പരാതി ബോധിപ്പിക്കാൻ മാത്രം എന്താണ് ഈ പറയുന്ന സ്മഗ്ലിംഗുകാരും അൻവറും തമ്മിലുള്ള ബന്ധം? ഇത് പോലീസുകാരോടുള്ള വാശി തീർക്കല്ല. കോടാനുകോടി റുപ്യന്റെ സ്വർണമാണ് അവിടുന്ന് പോലീസുകാർ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞത്. സോ അത്രയും സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇത് പരാതി പറഞ്ഞിട്ടുണ്ട് അത്ര പിണറായി വിജയനോട്. ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ട്. പിണറായി വിജയൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ഉള്ളിലിട്ടതിന് ശേഷം വേണം അന്വേഷിക്കാൻ. അതാണ് PV അൻവറിന്റെ സ്റ്റാൻഡ്. PV അൻവർ അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കണം. ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെയാണെന്നാണ് പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. അതായത് ഈ പറയുന്ന സാജൻ സ്കറിയ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, PV അൻവർ എന്ന് പറയുന്ന ഒരു MLA ഒരാൾക്കെതിരെ പരാതി കൊടുത്ത് ആദ്യം അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം, എന്നിട്ടേ കേസന്വേഷണം നടത്താൻ പാടുള്ളൂ. ഈ ഒരു ലൈനിലാണ് PV അൻവറിന്റെ പോക്ക്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പിണറായി വിജയനുമായിട്ട് തെറ്റാണ്ട സാധ്യതയൊക്കെ ഉണ്ടായത്. വിജയൻ ശരി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവന്റെ ഒരു കണക്കിൽ ഇവൻ നിലമ്പൂർ കടന്നൽ രാജ്യമാണല്ലോ. ഇവൻ പറഞ്ഞ അപ്പ കേൾക്കണം. കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നം. അതാണിപ്പോ സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയന് സ്വർണ്ണക്കടത്താനായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് അയാൾക്ക് ബന്ധമുണ്ടോ, എന്തോ ആവട്ടെ, MLA ആയിട്ടുള്ള ഈ പറയുന്ന PV അൻവർ എന്താണ് സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം എന്ന് ആദ്യം പറയണം. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അന്വേഷിക്കാമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത്രയേറെ കൊടുവള്ളി അവിടെ ഇവിടെയൊക്കെ എത്രയേറെ ജ്വല്ലറികൾ ഉണ്ടാകുന്നത് ഈ മലദ്വാര ഗോൾഡ് കൊണ്ടുവന്നിട്ട് തന്നെയാണ്. അല്ലാന്നൊരുത്തരും പറയണ്ട. ഞാനും കുറച്ചു കാലം ഗൾഫിലുണ്ടായവനാണ്, എനിക്കറിയാം. നാട്ടിലോട്ട് ലീവിന് വരാൻ പോകുന്ന ആളുകളോട് പോയിട്ട് പറയുകയാണ്, നിന്റെ ടിക്കറ്റ് ഞങ്ങൾ തരാം, ഒരു 75,000 റുപ്യയും തരാം, ഇച്ചിരി സ്വർണം കൊണ്ടുപോകണം. ചിലപ്പോൾ ഇസ്തിരിപ്പെട്ടി രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മിഷണറിന്റെ രൂപത്തിലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് 75,000 റുപ്യ കൊടുത്താൽ മതി, അവർ കൊണ്ടുവരും. പക്ഷെ ഈ മലദ്വാരത്തിലോട്ട് കുത്തിക്കയറണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. കാരണം അത്രയും വലിയ സാധനം കുത്തിക്കയറ്റിട്ട് കൊണ്ടുവരണം, 1 കിലോനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെയൊക്കെ രാജ്യദ്രോഹം ചെയ്യുന്നവരായിട്ട് ഈ PV അൻവർ എന്താണ് ബന്ധം? PV അൻവറിന്റെ തിട്ടൂരം, അല്ലെങ്കിൽ PV അൻവർ അച്ചാരം വാങ്ങുന്ന ആളുകളുടെ തിട്ടൂരം മലപ്പുറം ജില്ലയിൽ നടക്കാത്തത് കൊണ്ടാണോ? ഒരുത്തനെ നാർക്കോട്ടിക് കേസ് പ്രതിയെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആവേശം കൊണ്ടവരവരൊക്കെ ഒരു MDM ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ MDM വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ചത്തു എന്ന് കരുതി ആർക്കാ പ്രശ്നം? അത്രയും ആ നാട് നന്നായി എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു MDMA കച്ചവടം ചെയ്യുന്ന ഒരുത്തന്നെ നാട്ടിൽ തല്ലിക്കൊന്നു, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മിണ്ടാണ്ടിരിക്കാം. നിയമം ചിലപ്പോൾ അതിന്റെ വഴിക്കൊക്കെ പോകും. പക്ഷെ അതിന് വഴി വാശി പിടിക്കേണ്ടെന്നാ പറയുന്നത്. അന്നായും എന്തുകൊണ്ട് അവനെ ശിക്ഷിച്ചില്ല, എന്തുകൊണ്ട് ആ പോലീസുകാരൻ അങ്ങനെ ആക്കിയില്ല, അത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം ഈ ഭൂമിക്ക് പുണ്യമായിട്ടുള്ള പ്രവൃത്തിയൊന്നുമല്ല ആ വ്യക്തി ചെയ്യുന്നത്, ഈ നാടിനെ നശിപ്പിക്കുകയാണ്. അപ്പൊ അവരെ പോലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുക,
അതിനൊക്കെ ഒരു എന്താ പറയുക നിയമം കൊണ്ടുവരണം എന്ന് പറയുക, അല്ലെങ്കിൽ അതിന് ആ പോലീസുകാരനെ ഡിസ്മിസ് ചെയ്യണം എന്ന് പറയുക. ഇവരുമായിട്ടൊക്കെ അൻവറിന് എന്താണ് ബന്ധം? PV അൻവർ ആരാണ് ശരിക്കും? ഒരു സ്മഗ്ലറാണോ അതോ നാർക്കോട്ടിക് സ്മഗ്ലറാണോ? ആരാണ് ഇയാൾ? അതൊരു രാജ്യദ്രോഹിയാണോ? എന്താണ് ഇയാളുടെ ഉദ്ദേശം? ഇതൊക്കെ അറിയാൻ ഇവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട്. മറ്റുള്ളവരൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട്. കാരണം താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ ഒരു വിഭാഗത്തിന്റെ ആൾക്കാരാണ്. കാരണം അവരാണ് ഇവിടെ ഇത്രത്തോളം കള്ളക്കടത്തും മറ്റതും ഈ മലദ്വാര ഗോൾഡോ കൊണ്ടുവരുന്നത്. അവര് നിങ്ങളുടെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ അത് മുഴുവൻ ആ വകുപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയായാലും വിഷയമല്ല. കാരണം അവർക്ക് നിങ്ങൾ തലകുനിഞ്ഞ് നിന്ന് കൊടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നതാണ്, ആരാണ് നിങ്ങൾക്ക് എന്താണ് ഇവരായിട്ടുള്ള ബന്ധം? ഈ ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ താങ്കൾ ഇടപെടുന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. PV വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. താങ്കൾക്കെതിരെ ഒരു അന്വേഷണം നടക്കട്ടെ. അതിൽ അറിയാം താങ്കൾ ആരാണ് എന്നുള്ളത്. കാത്തിരിക്കാം അല്ലേ?